നിനക്ക് ഹാപ്പിനെസ് എന്താണെന്നറിയോ? എന്താ ഈ ഹാപ്പിനെസ് എന്താണെന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളാണ് തീരുമാനിക്കുന്നത് ഹാപ്പിനെസ് എന്താന്നുള്ളത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഹാപ്പിനെസ്. ഇപ്പൊ ഒരാളിപ്പോ സ്വയം ഇപ്പൊ ഞാനിപ്പോ ഹാപ്പി ആവണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഇപ്പൊ ഞാൻ വിചാരിക്കണം, ഞാൻ പറയാണ് എന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എനിക്ക് ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ സ്റ്റേ അടിക്കുന്നതാണ്, എനിക്ക് വലിയ 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 അഡ്വഞ്ചർ ഫ്ലൈറ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ഭയങ്കര എന്താ പറയാ നല്ല കാശൊക്കെ ചെലവാക്കി ട്രിപ്പ് അടിക്കുന്നതാണ് എന്റെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ എന്റെ എക്സ്പെക്ടേഷൻസ് ലെവൽ അവിടെ കൂടുകയാണ്. അപ്പൊ എന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എനിക്ക് അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഹാപ്പി ആവുന്നില്ല, ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം എനിക്കിപ്പോ അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാണ്, ഏതെങ്കിലും അടുത്തൊരു സിറ്റി എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോയാൽ മതി, ഞാൻ ഹാപ്പി ആവുന്ന ഒരു മൈൻഡ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഹാപ്പിയാണ്. കാരണം അതൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണുള്ളത്. ഡ്രീം ബിഗ് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്, ഡ്രീം വളരെ നന്നായിട്ട് ഡ്രീം ചെയ്യണം, എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ വിചാരിക്കും. മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായി. മനസ്സിലായി.